ആടുജീവിതം സിനിമ വെള്ളിത്തിരയിൽ കാണുന്നതിനായി താനും കാത്തിരിക്കുകയാണെന്ന് ബെന്യാമിൻ. ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വീഡിയോയിൽ ആടുജീവിതം സിനിമയാകുന്നതിന് പിന്നിലുള്ള കഥകൾ ബെന്യാമിൻ പങ്കുവയ്ക്കുന്നുണ്ട്. ജോർദാനിലെ ചിത്രീകരണ സമയത്തുള്ള വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു മനുഷ്യനും ദൈവവും മാത്രമുള്ള ഒരു കഥയെക്കുറിച്ചാണ് താൻ ചിന്തിച്ചിരുന്നത് എന്നും അത് ആടുജീവിതത്തിന്റെ ആദ്യ രൂപങ്ങളിൽ ഒന്നാണെന്നും ബെന്യാമിൻ വെളിപ്പെടുത്തുന്നു. യഥാർത്ഥ ജീവിതത്തിലെ നജീബിനൊപ്പം ഒരുപാട് നാൾ സഞ്ചരിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൽ നിന്നാണ് അയാൾ അനുഭവിച്ച കാര്യങ്ങൾ താൻ മനസ്സിലാക്കിയതെന്നും ബെന്യാമിൻ പറഞ്ഞു. നോവൽ സിനിമയാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരാണ് അണിയറയിൽ ഉള്ളത് എന്നത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നും നോവൽ അതേപടി സിനിമയാക്കുകയല്ല, അതിലെ ഏറ്റവും മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ബെന്യാമിൻ പറഞ്ഞു. ബ്ലസ്സിയാണ് ബെന്യാമിന്റെ ആടുജീവിതം നോവലിനെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുന്നത്. നജീബാകുന്നതിനായി നടൻ പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ചിത്രം 2024 ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. 2008 പ്രാരംഭ വർക്കുകൾ ആരംഭിച്ച ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ 2018 ചിത്രീകരണം ആരംഭിച്ചത്. ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ വർഷം ജൂലൈ 14 പൂർത്തിയായത്. ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. ഓസ്കർ അവാർഡ് ജേതാക്കളായ AR റഹ്മാന്റെ സംഗീതവും റസൂൽ പൂക്കുറ്റിയുടെ ശബ്ദ മിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജിനെ നായികയായി എത്തുന്നത് അമല പോളാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.